Hi everyone, good morning. നമ്മൾ മൊഡ്യൂൾ 1 കഴിഞ്ഞു. എല്ലാവരും ഇന്റേണൽ എക്സാം ഒക്കെ നല്ലപോലെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മൊഡ്യൂളിലോട്ട് പോകാം. മൊഡ്യൂൾ 2 അഫൈൻ ജോമെട്രി. അപ്പോൾ എന്താണ് അഫൈൻ ജോമെട്രി? അപ്പോൾ അഫൈൻ ജോമെട്രി എന്ന് വെച്ചാൽ അഫൈൻ ട്രാൻസ്ഫോർമേഷൻസ് ഡീൽ ചെയ്യുന്ന ജോമെട്രിയെ വിളിക്കുന്ന പേരാണ് അഫൈൻ ജോമെട്രി. അപ്പോൾ എന്താണ് ഈ അഫൈൻ ട്രാൻസ്ഫോർമേഷൻസ്? എന്തൊക്കെയാണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ, അതായത് ഒരു ഒബ്ജക്റ്റിനകത്ത് നമ്മൾ ഡയലേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ, ട്രാൻസ്ഫോർമേഷൻ. ഒരു ഒബ്ജക്റ്റിനകത്ത് ട്രാൻസ്ലേഷനോ ഡയലേഷനോ അല്ലാന്നുണ്ടെങ്കിൽ റൊട്ടേഷനോ റിഫ്ലക്ഷനോ അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ഡീൽ ചെയ്യുന്ന ജോമെട്രിയെ വിളിക്കുന്ന പേരാണ് അഫൈൻ ജോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അഫൈൻ ജോമെട്രി പഠിച്ചു അല്ലേ? ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എ എക്സ് പ്ലസ് എ. ഇതെന്താ പറയുന്നത്? ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷനെ ഡീൽ ചെയ്യുന്നതിനെയാണ് അഫൈൻ ജോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. എക്സാമ്പിൾ 1. അപ്പോൾ എന്താണെന്ന് നോക്കാം. ലെറ്റ് ട്രയാങ്കിൾ എ ബി സി ബി എ ട്രയാങ്കിൾ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ ആണ് എ ബി സി. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ സി ബി. അതായത് ഈ ആംഗിളും സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? പ്രൂവ് ദാറ്റ് എ ബി ഈക്വൽ ടു എ സി. എ ബിയും എ സിയും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ നോക്കാം. ഫസ്റ്റ് റിഫ്ലക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. കാരണം ഇതിന്റെ ഇതിലെ ബി സിയുടെ ബൈസെക്ടർ വെച്ചിട്ടുള്ള റിഫ്ലക്ഷൻ നമ്മൾ എടുത്താൽ, ഇപ്പൊ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഇതില്ലേ, ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇതെന്ന് പ്രൂവ് ചെയ്താൽ എന്തായാലും നമുക്ക് പ്രൂവ് ചെയ്യാം എ ബി ഈക്വൽ ടു ബി സി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ? എ ബി ഈക്വൽ ടു എ സി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഈ ബി സിയിലെ ബൈസെക്ടർ വെച്ചിട്ട് ഇവിടെ റിഫ്ലക്ട് ചെയ്യുവാണെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഇതും സെയിം ആണ് അല്ലേ? അപ്പം ഇത് രണ്ട് സൈഡും സെയിം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എടുക്കുന്നു ഫസ്റ്റ് റിഫ്ലക്ട് ദ ട്രയാങ്കിൾ ഇൻ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ബി സി. അപ്പം അങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പം എല്ലാം മാറുമല്ലോ. എന്താ മാറും? ബി ആൻഡ് സി ചേഞ്ചസ് ദ പ്ലേസസ് ആൻഡ് ദ പൊസിഷൻ. എ മൂവ്സ് ഒരു എ ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് എ മൂവ് ചെയ്തു എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഓൾറെഡി നമുക്ക് എന്താ പറയാ, ആംഗിൾ എ ഡാഷ് ബി സി ഈക്വൽ ടു ആംഗിൾ എ സി ബി അല്ലേ? എന്താ കാരണം? റിഫ്ലക്ഷൻ പ്രിസർവ്സ് ആംഗിൾസ്. ആംഗിൾ റിഫ്ലക്ട് ചെയ്താലും ആംഗിൾ സെയിം ആണെന്ന് നമുക്കറിയാം അല്ലേ? റിഫ്ലക്ഷൻ പ്രിസർവ്സ് ആംഗിൾസ്, അതൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? then angle A dash BC equal to angle ACB. ഓൾറെഡി തന്നിട്ടുണ്ട് ആംഗിൾ എ ബി സി അല്ലേ? ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ സി ബി. ഈ ആംഗിളും സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ റിഫ്ലക്ഷൻ ആംഗിളിനെ എന്ത് ചെയ്യും? പ്രിസർവ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് റിഫ്ലക്റ്റഡ് ആംഗിളും എന്ത് തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ റിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ എയിൽ നിന്ന് എ ഡാഷ് ആയാലും ആ ആംഗിൾ എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. അതായത് എ ഡാഷ് ബി സി ഈക്വൽ ടു എ സി ബി തന്നെ ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് ഓൾറെഡി തന്നിട്ടുണ്ട് ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ സി ബി എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഡാഷ് ബി സി ഈക്വൽ ടു ആംഗിൾ എ ബി സി എന്ന് എഴുതാൻ പറ്റും അല്ലേ? ആംഗിൾ എ ബി സി എന്ന് എഴുതാൻ പറ്റും. ഇന്ന് നോക്കിക്കേ, ആംഗിൾ എ ഡാഷ് ബി സി ഈക്വൽ ടു ആംഗിൾ എ ബി സി ആകണമെങ്കിൽ എന്താ പ്രത്യേകത? എ ഡാഷ് എന്ന് പറയുന്ന ആ പോയിന്റ് എവിടെ ലൈ ചെയ്യണം? അത് ആ എ ബി എന്ന് പറയുന്ന ലൈനിൽ ലൈ ചെയ്യുന്നതായിരിക്കണം അല്ലേ? അതായത് ആംഗിൾ എ ഡാഷ് സി ബി ഈക്വൽ ടു ആംഗിൾ എ ബി സി വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ആംഗിൾ എ സി ബി അല്ലേ? റിഫ്ലക്ഷൻ പ്രിസർവ്സ് ആംഗിൾസ് ആയതുകൊണ്ട്, അതായത് നമുക്ക് എന്ത് പറയാം? So A dash must lie on the line AC, A and C അല്ലേ? ലൈൻ ത്രൂ എ ആൻഡ് സി. അതായത് എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് എയും സിയിലും ത്രൂ ലൈ ചെയ്യുന്ന ആ ലൈനിൽ ലൈ ചെയ്യുന്നതായിരിക്കും. അതായത് അതുപോലെ തന്നെ ഈ എ ഡാഷ് എവിടെയും ലൈ ചെയ്യും? എ ബി എന്ന് പറയുന്ന ലൈനിലും ലൈ ചെയ്യുന്നതായിരിക്കും. അതായത് എ ഡാഷും അപ്പൊ അതിൽ നിന്ന് രണ്ട്, ഈ എ സിയിലും ലൈ ചെയ്യുന്നു, എ ബിയിലും ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അങ്ങനെയാണെങ്കിൽ എയും എ ഡാഷും എന്തായിരിക്കും? കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അല്ലേ? അതായത് hence the line segment AB reflects the line segment AC. അതായത് ഇതിന്റെ ഈ എബിയുടെ റിഫ്ലക്ടർ തന്നെയാണ് എ ഡാഷ് സി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് എന്ത് പറയാം? സോ ദ റിഫ്ലക്ഷൻ പ്രിസർവ്സ് ലെങ്ത്. അതായത് എ ബി ഈക്വൽ ടു എന്ത് തന്നെയാണ്? എ ബി ഈക്വൽ ടു എ സി ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഒരു
ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുവാണെങ്കിൽ ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, ആൻസർ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. എന്താ പറയുന്നത്? എയും ബിയും 2 പോയിന്റ്സ് ആണ്. ഒരു സർക്കിളിലെ 2 പോയിന്റ്സ് ആണ് എയും ബിയും. അങ്ങനെയാണെങ്കിൽ ഈ എയുടെയും ബിയുടെയും പോയിന്റിലോട്ടുള്ള ടാൻജന്റ് മീറ്റ് ചെയ്യുന്നത് പിയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുള്ളത് എ പി ഈക്വൽ ടു ബി പി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഡെഫിനേഷൻ പറയുന്നത് ഐസോമെട്രി. അപ്പൊ എന്താണ് ഐസോമെട്രി എന്ന് നോക്കാം. ആൻ ഐസോമെട്രി ഓഫ് R2 ഈസ് എ ഫംഗ്ഷൻ വിച്ച് മാപ്സ് R2 ഓൺ ടു R2 ആൻഡ് പ്രിസർവ്സ് ഡിസ്റ്റൻസ്. ഐസോമെട്രി എന്ന് പറയുന്നത് R2വിൽ നിന്നും R2വിലോട്ടുള്ളൊരു ഫംഗ്ഷൻ ആണ്. അത് എന്ത് ചെയ്യും? അത് ഡിസ്റ്റൻസിനെ പ്രിസർവ് ചെയ്യും. അവിടെ ട്രാൻസ്ഫോർമേഷൻ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വേറൊരു ഒബ്ജക്റ്റിലോട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തിയാലും അതിന്റെ ഡിസ്റ്റൻസിന് എന്തില്ല, മാറ്റം വരില്ല. അങ്ങനെ ഉള്ളതിനെയാണ് ഐസോമെട്രി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മാപ്പിനെയാണ് ഐസോമെട്രി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ലീവ് ഡിസ്റ്റൻസസ് അൺചേഞ്ച്ഡ് ആർ കോൾഡ് ദ ഐസോമെട്രി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐസോമെട്രിയിൽ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞു അഫൈൻ ജോമെട്രി ആകുമ്പോൾ അതിനകത്ത് ഏതൊക്കെ വരാം? ട്രാൻസ്ഫോർമേഷൻ, ഡയലേഷൻ വരാം, പിന്നെ റിഫ്ലക്ഷൻ വരാം, റൊട്ടേഷൻ വരാം, ട്രാൻസ്ലേഷൻ വരാം. അപ്പം ഈ ഐസോമെട്രിക്കകത്ത് ഡയലേഷൻ വരുമോ? ഇല്ല. കാരണം എന്താ? ഡയലേഷനിൽ ഡിസ്റ്റൻസ് ചെറുതിരിക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ഡയലേഷൻ ചെയ്ത് വലുതാക്കും അല്ലേ? അപ്പൊ അത് ഡിസ്റ്റൻസ് മാറുമല്ലോ, അപ്പൊ ഡയലേഷൻ വരത്തില്ല. അപ്പൊ ഐസോമെട്രിയിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻസ് ഏതൊക്കെയാണ്? ഐസോമെട്രിയിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ എലോങ് എ ലൈൻ ഇൻ R2, റിഫ്ലക്ഷൻ ഇൻ എ ലൈൻ ഇൻ R2, റൊട്ടേഷൻ അബൌട്ട് എ പോയിന്റ് ഇൻ R2, എ കോമ്പോസിറ്റ് ഓഫ് ട്രാൻസ്ലേഷൻ, റിഫ്ലക്ഷൻ ആൻഡ് റൊട്ടേഷൻ ഇൻ R2. അപ്പം ഒരു R2വിലെ ഐസോമെട്രി എന്ന് പറഞ്ഞാല് is a function which maps R2 onto R2 and preserves distance. Okay, അപ്പൊ ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യുന്ന R2വിൽ നിന്ന് R2വിലോട്ടുള്ള ഒരു മാപ്പിനെയാണ് എന്ത് വിളിക്കുക? മാപ്പിങ്ങിനെയാണ് ഐസോമെട്രി എന്ന് വിളിക്കുന്നത്. ഇനി ഐസോമെട്രിക്കകത്ത് വരുന്ന മാപ്പിംഗ്സ് ഏതൊക്കെയാ വരുന്ന? ട്രാൻസ്ലേഷൻ വരാം, റിഫ്ലക്ഷൻ വരാം, റൊട്ടേഷൻ അബൌട്ട് എ പോയിന്റ് വരാം, അല്ലെങ്കിൽ ഇതിന്റെ മൂന്നിന്റെയും കൂടെ കോമ്പോസിഷൻ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. പ്രൂവ് ദാറ്റ് if triangle ABC and DEF are two triangles such that രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, എ ബി സിയും DEF-ഉം അല്ലേ? അതിനകത്ത് എ ബി ഈക്വൽ ടു ഡി, അതിനകത്ത് അവർ തന്നിരിക്കുന്നത് ഗിവൺ ദാറ്റ് എ ബി ഈക്വൽ ടു ഡി, ഈ സൈഡും സെയിം ആണ്. അതേപോലെ തന്നെ തിരിച്ച് ഈ എ സിയും DF-ഉം സെയിം ആണ്. എ ബിയും ഇ ഡിയും സെയിം ആണ്. അതേപോലെ തന്നെ എ സിയും DF-ഉം സെയിം ആണ്. അതേപോലെ തന്നെ ആംഗിൾസ്, ഈ ആംഗിൾ ബി എ സി, ആ ആംഗിളും അതേപോലെ തന്നെ ആംഗിൾ ഇ DF-ഉം സെയിം ആണ്. ഈ ആംഗിളും സെയിം ആണ്, ഈ ആംഗിളും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ പ്രൂവ് ദാറ്റ്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുള്ളത് ബി സി ഈക്വൽ ടു EF എന്നാണ്. ബാക്കി സൈഡ് ദാറ്റ് ഈസ് ബി സി ഈക്വൽ ടു EF ആണ്. അതേപോലെ തന്നെ ഈ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ DEF എന്നും, ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ DFE ഈ ആംഗിളും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എങ്ങനെ പ്രൂവ് ചെയ്യും? അപ്പം ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഈ ആംഗിൾ എ ബി സിയിൽ നിന്ന് DEFലോട്ട് എന്തുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി? ഒരു ഐസോമെട്രി ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? എന്താ പറയുന്ന? ഐസോമെട്രി ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യും. അപ്പം ഒരു ഐസോമെട്രി ഉണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഒരു ഐസോമെട്രി, അതേപോലെ തന്നെ ആംഗിളിന്റെ കേസിലും അല്ലേ? അപ്പം ഐസോമെട്രി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? ഇതിൽ നിന്ന് ഇതിലോട്ട് ഒരു ഐസോമെട്രി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആംഗിളും ഡിസ്റ്റൻസും പ്രിസർവ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ എടുക്കുന്നു സൊല്യൂഷൻ. ഇറ്റ് ഈസ് സഫിഷ്യന്റ് ടു ഷോ ദാറ്റ് ദർ ഈസ് ആൻ ഐസോമെട്രി വിച്ച് മാപ്സ് ട്രയാങ്കിൾ ABC ഓൺ ടു ട്രയാങ്കിൾ DEF. ഓക്കെ, then we construct an isometry. അപ്പൊ ഐസോമെട്രി കൺസ്ട്രക്ട് ചെയ്യുന്നതിന് നമുക്ക് ഫസ്റ്റ് ട്രാൻസ്ലേഷനിൽ തുടങ്ങാം. അപ്പൊ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഈ ട്രയാങ്കിളിനെ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ മാറും? ഈ ട്രയാങ്കിൾ ഇതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ എയെ ഡിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഓക്കെ, എ ടു ഡി, എയെ ഡിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. എയെ ഡിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഇതിന് ഇതേപോലെ എടുത്ത് ഇങ്ങോട്ട് വെച്ചു, ഇതിന്റെ മേളിൽ. അപ്പൊ എന്ത് കിട്ടും? എ എങ്ങോട്ട് മാറി? എ ഡിയിലോട്ട് മാറി. പക്ഷെ ബാക്കി ഈ രണ്ട് സൈഡും ഇങ്ങോട്ട് വെക്കും, ഇങ്ങോട്ട് നിൽക്കുമല്ലോ, അവിടെ ഒന്നുമില്ലല്ലോ. അപ്പൊ അതിന് നമുക്ക് ബി എ എങ്ങോട്ട് മാറ്റി പുതിയ എയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് ബി ഡാഷ് ആയെന്നും സി ഡാഷ് ആയെന്നും പറയാം. ക്ലിയർ ആയോ? അപ്പൊ എ മാത്രം മാറിയില്ല, എ ഡിയിലോട്ട് മാറി അല്ലേ?
എ ഡിയുടെ ഇപ്പുറത്ത് ഈ ട്രയാങ്കിളിന്റെ ഡിയിലെ പൊസിഷനിലോട്ട് വന്നു. ബി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ബി ഡാഷ് കൊടുത്തു, സി ഡാഷ് കൊടുത്തു അല്ലേ. ഇനി എന്ത് തന്നിട്ടുണ്ട്? given that df equal to ac ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. df equal to ac ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം df equal to ac ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതേപോലെ ഇങ്ങോട്ട് എടുത്ത് വെക്കുക ചെയ്യുന്നത്. അപ്പൊ ഈ എ സി എന്ന് പറയുന്ന സൈഡിന് കറസ്പോണ്ടിങ് ഇവിടെ വരുന്ന സൈഡ് ഏതാ? ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഡി സി ആണ്, ഡി സി ഡാഷ് ആണ് അല്ലേ, ഡി സി ഡാഷ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡി എഫ് ഈക്വൽ ടു എ സി ആണ്. ഇറ്റ് ഫോളോസ് ദാറ്റ് ഡി എഫ് ഈക്വൽ ടു ഡി സി ഡാഷ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ, ഡി സി ഡാഷ്. ഇനി നമ്മൾ അപ്പം നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ ഡി എഫ് ഈക്വൽ ടു ഡി സി ഡാഷ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ റൊട്ടേഷൻ, ദിസ് റൊട്ടേഷൻ മാപ്സ് ആംഗിൾ ഡി ഡാഷ്. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുക. ഇനി റൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കിക്കോണം. അപ്പം റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലെ എഫിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അതായത് സി ഡാഷ് എന്ന് പറയുന്നതിനെ എഫിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം സി ഡാഷ് എന്ന് പറയുന്ന എഫിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ആംഗിൾ എങ്ങനെ മാറും നോക്കിക്കോ. എഫിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബി എന്താവും? ബി എന്ന് പറയുന്ന പോയിന്റ് ബി ഡാഷ്, ബി അല്ല, ബി ഡബിൾ ഡാഷ്. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സി ഡാഷ് എങ്ങോട്ട് പോകും? സി ഡാഷ് എഫിലോട്ട് പോകും. രണ്ടാം നോക്കിക്കോ, ഈ ഫിഗർ നോക്കിക്കോ. സി ഡാഷ് എങ്ങോട്ട് പോകും? എഫിലോട്ട് പോകും. പിന്നെ ഇവിടെ ബി ഡാഷ് എന്ന് പറയുന്നത് എങ്ങോട്ടാകും? അത് ബി ഡബിൾ ഡാഷ് ആകും. ഓക്കെ, ബി ഡാഷ് ബി ഡബിൾ ഡാഷ് ആകും. പിന്നെ ഇത് മാറ്റമൊന്നുമില്ല. അപ്പൊ തന്നെ റൊട്ടേറ്റ്, ദിസ് റൊട്ടേഷൻ മാപ്സ് ആംഗിൾ ഡി ബി ഡാഷ് സി. ആംഗിൾ ഡി ബി ഡാഷ് സി എന്ന് പറയുന്ന, സോറി ആംഗിൾ അല്ല, ട്രയാംഗിൾ. ഈ ഡി ബി ഡാഷ് സി ഡാഷ് എന്ന് പറയുന്ന ട്രയാംഗിൾ എങ്ങനെ മാറും? ഡി മാറുന്നില്ല. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡി തന്നെ വരും. ബി എന്തായി പോകും? ബി ഡാഷ് ആകും. ഈ സി ഡാഷ് എങ്ങോട്ട് മാറും? സി ഡാഷ് എഫിലോട്ട് മാറും. ദെൻ സി എഫിലോട്ട് മാറും. അതായത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ട്രയാംഗിൾ ഡി ബി ഡബിൾ ഡാഷ് എഫ് ആകും. ഡി ബി ഡബിൾ ഡാഷ് എഫ്. ഇതാണ് ഈ ട്രയാംഗിൾ നോക്കിക്കോണമേ, ബി ഡബിൾ ഡാഷ് എഫ്. അപ്പം നമ്മൾ ഒരു പോയിന്റിനെ ആണല്ലോ നമ്മൾ റൊട്ടേറ്റ് ചെയ്തത്. ഇപ്പൊ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താ? ആംഗിൾ എഫ് ഡി ഇ ഈക്വൽ ടു ആംഗിൾ സി എ ബി ആണെന്ന് അല്ലേ. ഈ ആംഗിൾ സി എ ബി, ആംഗിൾ എഫ് ഡി ഇ എന്ന് പറയുന്നത് സി എ ബിക്ക് ഈക്വൽ ആണെന്ന്. അതായത് നമുക്ക് എന്ത് പറയാം? അപ്പം ഈ ആംഗിളും സെയിം ആണെന്ന് പറയാം അല്ലേ. ഈ ആംഗിളും പിന്നെ ഏതാ വരുന്നത്? ഈ ആംഗിൾ, അതായത് ആംഗിൾ സി ഡാഷ് ഡി ബി ഡാഷ്, ഈ രണ്ട് ആംഗിളും സെയിം ആണ്. അത് ട്രാൻസ്ലേഷനിൽ നിന്ന് കിട്ടും. ഈ ആംഗിൾ സെയിം ആണ്, ഡെൻ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രയാംഗിൾ ഇതാണ്. അപ്പൊ അവിടുത്തെ കറസ്പോണ്ടിങ് ഈ ആംഗിൾ സെയിം ആയിരിക്കും അല്ലേ. ഇനി റൊട്ടേഷൻ ചെയ്യുമ്പോഴോ? അപ്പൊ റൊട്ടേഷൻ ചെയ്യുമ്പോൾ അത് ഏത് ആംഗിളായിട്ട് മാറും? എഫ് ഡി ബി ഡാഷ് അല്ലേ. നോക്കിക്കേ, എഫ് ഡി ബി ഡാഷ് ആയിട്ട് മാറും. ദാറ്റ് ഈസ്, അപ്പം അത് മൂന്നും സെയിം ആണെന്ന് കിട്ടി. അതായത് ഏതർ ബി ഡബിൾ ഡാഷ്. അപ്പൊ നമുക്ക് എന്ത് പറയാം മതിയെന്ന്? അപ്പം ഇത് മൂന്ന് ആംഗിളും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒന്നുകിൽ ബി ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എവിടെ ബിലോങ് ചെയ്യണം? ഈ ഡി ഇ എന്ന് പറയുന്ന ലൈനിൽ ബിലോങ് ചെയ്യണമെന്ന് പറയാം. അതായത് ഡി ഇ ഈക്വൽ ടു എ ബി ആണ്. ദെൻ അതിനെ ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി ഇ ഈക്വൽ ടു അല്ലെ, ഡി ഇ ഈക്വൽ ടു എ ബി, ഡി ഇ ഈക്വൽ ടു എ ബി ആണ്. ദെൻ അതിനെ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ എ ബി എന്ന് പറയുന്ന സൈഡ് ഏതിനോട് ഈക്വൽ ആണ്? ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അത് ഡി ബി ഡാഷിനോട് ഈക്വൽ ആകും അല്ലേ. ദെൻ റൊട്ടേഷൻ ചെയ്യുമ്പോഴും അത് ഡി ബി ഡബിൾ ഡാഷിനോട് ഈക്വൽ ആകും അല്ലേ. അതായത് ഇറ്റ് ഫോളോസ് ദാറ്റ് ഒന്നുകിൽ ബി ഡബിൾ ഡാഷ് കോയിൻസൈഡ് വിത്ത് ഇ ആയിരിക്കും, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ബി ഡബിൾ ഡാഷ് ഇൻ ദ ലൈൻ എഫ് ഡി കോയിൻസൈഡ് വിത്ത് ഇ ആയിരിക്കും അല്ലേ. അതായത് നമുക്ക് എന്ത് പറയാം? കോമ്പോസിഷൻ, ട്രാൻസ്ലേഷന്റെയും റൊട്ടേഷന്റെയും റിഫ്ലക്ഷന്റെയും കോമ്പോസിഷൻ ആണ് ഇവിടെ കിട്ടിയത്. അതായത് അത് ആ ഒരു ഐസോമെട്രി ആണ്. ഏതിൽ നിന്ന് ഏതിലോട്ടുള്ള? ട്രയാങ്കിൾ എ ബി സി ഓൺ ടു ട്രയാങ്കിൾ ഡി എഫിലോട്ടുള്ള ഒരു ഐസോമെട്രി ആണ്. ഓൾറെഡി നമുക്കറിയാം ഐസോമെട്രി പ്രിസർവ്സ് ലെങ്ത് ആൻഡ് ആംഗിൾ. അതായത് ബി സി ഈക്വൽ ടു എ എഫ്, ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ഡി ഇ എഫ്, ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ ഡി എഫ് ഇ. ഓക്കെ, അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ചോണം, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ഓക്കെ, താങ്ക് യു.